നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മാഷും പ്രിയാമണിയും സുജിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷം. കാരണം മറ്റൊന്നുമല്ല, ആദ്യ വീട്ടിലേക്ക് വരത്തില്ല. അങ്ങനെ ആദ്യ വരത്തില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഈശ്വരൻ്റെ കുഞ്ഞു പറക്കും. ഒരു പക്ഷേ ആദ്യ വീട്ടിലേക്ക് വന്ന് ചിപ്പിമോൾക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തേക്ക് പിന്നെ ഒരു കുഞ്ഞുണ്ടാവണം എന്നൊരു ചിന്തയൊന്നും കാണത്തില്ല. ചിപ്പിമോൾക്ക് കൂട്ടായല്ലോ. പക്ഷെ അല്ലെങ്കിൽ ചിപ്പിമോൾ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതൊരു നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് പ്രിയാമണി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം സുയിത്തറയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇളയച്ചനെ ഇളയമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇഷ്ടദേച്ചിയോട് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടദേച്ചിക്ക് ഇന്ന് തലയിലേക്കൊന്നും കയറില്ല. ഇതുവരെയായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല. പിന്നീട് മാഷ് പറഞ്ഞു, ആദ്യം എന്താണെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം ചിപ്പി അവളുടെ കാര്യം ഓർത്തിട്ടാ. അവൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് അവൾക്കൊരു കൂട്ട് വേണമെന്നൊക്കെയുള്ള. അത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, ദൈവമല്ല തീരുമാനിക്കുന്നേ ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറയണം. പിന്നീട് പതിവ് പോലെ തന്നെ അന്നത്തെ ദിവസം ചിപ്പിമോളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോയത് മഹേഷാണ്. അങ്ങനെ ചിപ്പിമോളെ സ്കൂളിലാക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് ആദ്യയെ കാണുന്നുണ്ട്. ആദ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ആദ്യയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ആദ്യയോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഇപ്പം മഹേഷ് പാഴാക്കുന്നില്ല. കാരണം ഇത്രയും കാലം കിട്ടാതിരുന്ന ആ ഒരു സ്നേഹമാണ് ഇപ്പം മഹേഷിന് കിട്ടുന്നത്. ഒരിക്കലെങ്കിലും തന്നെ ഡാഡിന്ന് വിളിക്കണമെന്ന് അവൻ വിളിക്കണമെന്ന് മഹേഷ് അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ആഗ്രഹം മഹേഷിനെ സാധിച്ചു. അപ്പം അതിൻ്റെതായ സന്തോഷം കാര്യങ്ങളും മഹേഷിനുണ്ടായിരുന്നു. പിന്നീട് മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഓടി വന്ന് ഡാഡിന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോയി. സൂരജൊക്കെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആദ്യയോട് മഹേഷ് ചോദിച്ചു, അല്ല മോൻ വീട്ടിലേക്ക് വരത്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇഷിതാമ്മ വന്നപ്പോൾ ഇഷിതാമ്മയോടും പറഞ്ഞായിരുന്നു ഞാൻ വരും, എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, അവിടെ വന്ന് നിൽക്കാനായിട്ട് എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിൽക്കാൻ പറ്റില്ല ഡാഡി, ഡാഡിക്ക് അറിയാലോ എൻ്റെ മനസ്സിലെ ആഗ്രഹം എങ്ങനെയാന്ന്. എനിക്ക് ചിപ്പിയും വേണം, ഡാഡിയും വേണം, എല്ലാവരും വേണം. പക്ഷെ എനിക്ക് എൻ്റെ മമ്മിയെ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ മമ്മി എന്നെ നോക്കിയത് കാരണം ആദ്യയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അതവന് ശരിയാണ്. ഒന്നുമല്ലെങ്കിലും തന്നെ നൊന്ത് പ്രസവിച്ചാളാണ്. ആ ഒരു ചിന്ത ആദ്യയുടെ മനസ്സിൽ. അവൾ എത്രയും വലിയ ക്രൂര ആയിക്കോട്ടെ, എന്നാലും രജനയോടുള്ള സ്നേഹം ആദ്യയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് രജനയെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഭയങ്കര മടി. പിന്നീട് ആദ്യം പറഞ്ഞു, ഡാഡി എന്നോട് ഇങ്ങനെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വരല്, എന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. ഞാൻ വീട്ടിലേക്ക് വന്നോളാം, പക്ഷേ എന്നോട് അവിടെ വന്ന് നിൽക്കാനൊക്കെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല, അറിയാലോ. അങ്ങനെയൊന്നും ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വരത്ത് പോലും ഇല്ല എന്ന് പറയണം. എനിക്ക് അവരെ എല്ലാവരും കാണണമെന്ന് തോന്നുമ്പോൾ, അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും. അവരെല്ലാം വന്ന് കണ്ടിട്ട് പോരും. പക്ഷെ നിൽക്കാൻ മാത്രം നിർബന്ധിക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡാഡിക്ക് അറിയാലോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്. എൻ്റെ മമ്മി ഡാഡി ചിപ്പി എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു പറയും. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊന്ന് സംസാരിച്ചല്ലേ മോനെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിനക്കറിയാലോ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നിന്റെ മമ്മിയാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്, ഞാനല്ല. ഞാൻ ഇഷിതയുടെ ഭർത്താവാണിപ്പം, അതിനൊക്കറിയാലോ. അതൊക്കെ എനിക്ക് അറിയാൻ ഡാഡി. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ്. മഹേഷിന് നല്ല സങ്കടമായി. അങ്ങനെ വൈകുന്നേരം മഹേഷ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ മഹേഷിൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആ പഴയ ഒരു ജീവിതം, അവൻ്റെ ഡാഡി അവൻ്റെ അമ്മ എല്ലാവരുമായിട്ടുള്ളൊരു ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇനി അതൊരിക്കലും കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വന്നു. ഇഷിത എന്നിട്ട് എന്താ ഭയങ്കര ആലോചന ഉള്ളൂ എന്ന് പറയണം. ഈ സമയത്ത് മഹേഷ് പറഞ്ഞു, ഒന്നുമില്ല, എന്താ ആദ്യം കണ്ടപ്പോൾ ആദ്യം എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, അവൻ പറഞ്ഞു അവൻ്റെ പതിവ് പല്ലവി തന്നെയെന്ന് പറയണം. എന്താ അവൻ പറഞ്ഞു കാണുമായിരിക്കും അവൻ അവൻ്റെ ഡാഡിയോടും മമ്മിയോടൊപ്പം ജീവിക്കണം അല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അതേന്ന് പറയണം. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ലോ ഇഷിത, അവൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണം. എന്തിനാ മഹേഷേ അവനെ എപ്പോഴും ഇങ്ങനെ പോയി നിർബന്ധിക്കരുത്. അവൻ്റെ മനസ്സ് മാറാൻ അവന് കുറച്ച് സമയം കൊടുക്കണം. അവൻ്റെ മമ്മി ആരാ അല്ലെങ്കിൽ അവൻ്റെ അങ്കിൾ ആരാന്ന് അവന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. ആ സമയത്ത് അവൻ അവൻ്റെ ഡാഡിയെ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ പറഞ്ഞില്ലേ മഹേഷിനെ അവൻ ഡാഡിന്ന് വിളിച്ച് അംഗീകരിക്കുമെന്ന്. അങ്ങനെ അംഗീകരിച്ചില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ചോദിക്കണം. മഹേഷ് പറഞ്ഞു, എനിക്ക് പിന്നെ അത് എനിക്കറിയാം. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, മഹേഷ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഈ സമയത്ത് മഹേഷ് ഇഷിതയുടെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് വിഷമമുണ്ടോ നീക്ക്? എന്തിന്?
അല്ല ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ ഡാഡിയുടെ മമ്മിയുടെയും കൂടെ കഴിയണമെന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല. അവൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ. അവൻ അവൻ്റെ മമ്മിയോട് സ്നേഹമുള്ളവനാ. അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതിനകത്ത് മഹേഷ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചിപ്പിമോൾക്കൊരു കൂട്ടു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വേദന എനിക്കുള്ളൂ. ചിപ്പിമോൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയണം. ആ സമയം മഹേഷ് പറഞ്ഞു, ഞാൻ കാരണമല്ലേ? ഒരു പക്ഷെ ഇപ്പോഴും നിനക്ക് അമ്മയാകാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാനല്ലേന്ന് ചോദിക്കണം. അന്ന് നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതുകൊണ്ടല്ലേ ഇപ്പോഴും നിനക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ടത പറഞ്ഞു, ദേ മഹേഷേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയണം. ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതെൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ചിപ്പിമോൾക്ക് എത്രയും പെട്ടെന്നൊരു കൂട്ടുണ്ടായി കൊടുക്കണമെന്ന് പറയണം. മഹേഷ് പറഞ്ഞു, ഒരിക്കലും ആദ്യം അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. അതിന് എന്താണെങ്കിലും അവൻ സമ്മതിക്കില്ല. പിന്നെ ചിപ്പിയുടെ കാര്യം, ചിപ്പിമോൾ ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോഴുള്ള വിഷമം എനിക്കെന്ന് പറയണം. സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുവാണ്. രാമനാഥൻ വന്നിട്ട് മഹേഷിനോട് സംസാരിക്കുന്ന സമയത്ത് രാമനാഥൻ പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്ന്. കാരണം ആദ്യയെക്കുറിച്ച് ഓർത്തിട്ട് വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്കറിയാടാ. കാരണം ഇഷിതയെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും നിനക്ക് രചന ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും അവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നേ? അവൾ വേണ്ടാന്നും പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ? അവനോടൊപ്പം ഒരു ജീവൻ നയിക്കുമല്ലേ? പക്ഷേ ഇഷിതയുടെ കാര്യം നീ ചിന്തിച്ചു നോക്കിയേ. ഒരു പക്ഷേ ഇപ്പം നീ ഒത്തിരി അധികം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. നിന്റെ ഭാര്യയാണ് അവള്. അത് കേട്ട് മഹേഷ് പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് പറയണം. അത് ശരിയാ. മഹേഷ് ജീവിക്കണമെങ്കിൽ ഇപ്പം ഇഷ്ടത വേണമെന്നായി. കാരണം ഇഷ്ടത നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ നിന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. ചിപ്പിമോള് അതുപോലെ തന്നെ ആദ്യം വന്നത് എല്ലാം അതിന് ശേഷമല്ലേന്ന് ചോദിക്കും. അതെ അച്ഛാ, അതന്നെയാന്ന് പറയണം. എനിക്കറിയാടെ നിന്റെ മനസ്സ്. വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ അച്ഛന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. നീ എത്രമാത്രം ഇഷിതയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക. നിനക്കും ഇഷിതയ്ക്ക് ഒരു കുഞ്ഞു പറക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ. പക്ഷേ എങ്കിൽ അവൾക്കൊരു അമ്മയാവാനായിട്ട് സാധിക്കില്ലെന്ന് അപ്പം അവർക്കും അറിയത്തില്ല. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്ന് വരെ ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. പിന്നീട് പറഞ്ഞു, അവൾക്കൊരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല എന്ന് നീ അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചാൽ അവളുടെ മനസ്സിലും വിഷമം കാണും, വേദന കാണും. പക്ഷെ ഒരിക്കലും നീ ആ വേദന നിന്റെ മനസ്സിലെ വിഷമമൊന്നും അവളെ അറിയിക്കരുതെന്ന് പറയണം. അത് കേട്ടാൽ മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ അത് വിധി എഴുതി കഴിഞ്ഞു. പക്ഷെ തങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരമാണ് ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാവാതെ ജീവിക്കുന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എത്രമാത്രം വിഷമമാവും. അതുകൊണ്ട് പിന്നെ മഹേഷ് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പോയില്ല. ഈ സമയത്ത് രചന ആകെപ്പാ ടെൻഷനാണ്. രചനയ്ക്ക് ഇപ്പോൾ ടെൻഷൻ വേറൊന്നുമല്ല, ആദ്യം തനിക്ക് കൈവിട്ട് പോകുമോ എന്നൊരു ചിന്തയാണ്. കാരണം അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. 2 മക്കളിലുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുപോയി, ഇനിയിപ്പോൾ അടുത്തതിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ആദ്യം ആകാശം തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും അവർ തമ്മിലുള്ള ഈഗോ കൂടി വരുവാണ്. ആദ്യക്കാണെങ്കിൽ ആകാശനെ ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല. ആദ്യയുടെ ആവശ്യം ന്യായമാണ്, കല്യാണം കഴിക്കണം ആകാശ് തന്നെ. പക്ഷെ ആകാശ് അതിനെ സമ്മതിക്കുന്നുമില്ല. ആകാശിൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ആകാശ് വെറുതെ തന്നെ ഇങ്ങനെ കൂടത്തെ കൂട്ടി ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ലിവിങ് ടുഗദറായിട്ട്. പക്ഷെ ആദ്യം അത് ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ആൺകുട്ടിയാണ്, അവൻ വളർന്നു വരുവാണ്, അവനൊരു നാണക്കേടാണത്. പിന്നീട് രജനിക്കാണെങ്കിൽ ഭയങ്കര തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. ആകാശിനൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് കോൾ എടുത്തു. എന്താന്ന് ചോദിക്കുകയാണ്. തേട്ടപ്പത്തിൻ്റെ രചന പറഞ്ഞു, ആകാശ് എന്താ വരാത്തേന്ന് ചോദിക്കാം. ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് പറഞ്ഞു, ഞാൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വന്നതല്ലേ, അപ്പോൾ അത് കഴിയാതെ എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ആകാശ് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് രചന പറഞ്ഞു, ആകാശേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് പോകുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വിളിച്ച ഒരു കോളെങ്കിലും എടുക്കണം. ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് കോൾ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോടെ. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, പിന്നെ നീ വിളിക്കുമ്പോൾ കോൾ എടുക്കാനായിട്ട് ഞാനിവിടെ വെറുതെ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയം രചനയ്ക്ക് നല്ല ദേഷ്യമായി. കാരണം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏത് ബിസിനസ് മീറ്റിങ്ങിന് പോയാലും ട്രിപ്പിന് പോയാലും തന്നെ കൂടെ കൂട്ടും, താനാ ഐശ്വര്യം പറഞ്ഞുകൊണ്ട്. ഇപ്പം തന്നെ 7 അയലക്കത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല. പോരാത്തിന് വേണമെങ്കിൽ വാ എന്നൊരു രീതിയാണ്. പക്ഷേ ആകാശ് ആ സമയത്ത് അവിടെ എൻജോയ് ചെയ്യായിരുന്നു. ആകാശിന് വേറെ കമ്പനി കൂട്ടൊക്കെ ഉണ്ട്, അവിടെ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ആകാശ് പുതിയ തീരങ്ങൾ തേടി അങ്ങോട്ട് പോവാം. പക്ഷേ എങ്കിൽ രചനയ്ക്ക് അറിയത്തില്ല. രചനയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആകാശിൻ്റെ സ്വഭാവത്തിൽ. പക്ഷേങ്കിൽ ആകാശ് ഇപ്പം തന്നെ പാടെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുവാണോ എന്നൊരു ചിന്ത രചനയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതാണ് രചന ഇങ്ങനെ ആകാശിനോട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നത്. ആകാശിൻ്റെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു കാരണവശാൽ ഇവളെ വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം കുറച്ചാൾ കഴിയുമ്പോഴത്തേനും തനിക്ക് ഉപേക്ഷിച്ചിട്ട് പോകണം തോന്നുവാണെങ്കിൽ അതൊരു തൻ്റെ തലയിൽ കുരുക്കായിട്ട് വരില്ല.
എപ്പോൾ വെള്ളം ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുന്ന സമയത്ത് പോകണം. അതുവരെ മഹേഷിനെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ തൻ്റെ കൂടെ കൂട്ടണം. അത്രമാത്രം ഇപ്പം ആകാശിൻ്റെ മനസ്സിലുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ ആകാശ് ചിന്തിക്കുന്ന പോലുമില്ല. അല്ലാതെ തന്നെ ജീവിതകാലം മുഴുവനും രചനയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം നടക്കാം എന്നൊരു ചിന്തയൊന്നുമില്ല. അങ്ങനെ ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവൻ പണ്ടേ രചനയുടെ കഴുത്തിൽ താലി ആർത്തിയണം. മഹേഷിനെ തോൽപ്പിക്കാനുള്ള വെറും ഒരു ആയുധം മാത്രമായിട്ടാണ് ഇപ്പം രചനയെ ആകാശ് കാണുന്നത് പോലും. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ രചന ഇങ്ങനെ ആലോചിച്ചു. രചനയ്ക്ക് തോന്നി ഒരു പക്ഷേങ്കിൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം ആകാശിനോട് തന്നോട് സ്നേഹം കുറഞ്ഞു വരുമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ രചനയ്ക്ക് നല്ല പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ആദ്യം തിരികെ വരും. കാരണം ആകാശിന് വീണ്ടും ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് കണ്ട ആദ്യ ദിവസേന ഉണരുന്നു നോക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ഇപ്പോൾ അവർ വഴക്കാണ്. അങ്ങനെ ആദ്യക്ക് സഹിക്കുക വയ്യാതെ വരുമ്പോൾ ആദ്യം എന്താണെങ്കിലും ഒരു പക്ഷേ ഇഷ്ടത്തെ ആഗ്രഹിച്ച പോലെ തന്നെ ചിപ്പിയുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.